ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊന്ന് പുതിയൊരാളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡാണ്. പേര് രാരിച്ചക്കുട്ടി എന്നാണ്. BSNL റിട്ടയർഡ് ആയ ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ യോഗ ചെയ്യുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിനൊന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഇടയ്ക്കായിട്ട് ഒരു ചെറിയൊരു BP-ന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇത്തിരി കുടവയറൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ യോഗ ചെയ്യാൻ പറഞ്ഞാലൊന്നും അങ്ങനെ ചെയ്യാനൊന്നും താല്പര്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങളാരും ചെയ്യാണ്ട് നിൽക്കണ്ട കേട്ടോ. മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയൊരു വയറിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. ഇതുവരെ എൻ്റെ കയ്യിലൊന്നും നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ ആരെയും. അപ്പൊ എൻ്റെ ഹസ്ബൻഡാണിത്. ഓക്കെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ആൻഡ് എയറോബിക് വിത്ത് സൗമിനി. പിന്നെ നമ്മുടെ ഇടയിൽ പ്രായമായി എന്ന് തോന്നിക്കൊണ്ട് 60 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ പ്രത്യേകിച്ച് യോഗകളൊന്നും ചെയ്യാതെ, പ്രത്യേകിച്ച് വീട്ടിലും ജോലികളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഇനിയിപ്പോ ഒരു ജോലി, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരൊരു 56-60 വയസ്സുകൾ റിട്ടയർഡ് ആയ ആളുകൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് എന്ന് വിചാരിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാണ്ട് നമ്മളെ ആരോഗ്യം പ്രായമാവും തോറും ആരോഗ്യം മോശമായിട്ട് തീരും. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ജോലി ചെയ്യുക, അതോടൊപ്പം എന്തെങ്കിലും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യാം. ഇനിയിപ്പോ തൊഴിലിന് പോകുന്ന, മറ്റെന്തെങ്കിലും തൊഴിലിന് പോകുന്ന ആളുകളാണെങ്കിലും ഈ എക്സസൈസുകൾ ഒരിക്കലും അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റു ജോലികൾ, വീടുകളിൽ ജോലി ചെയ്തില്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് വിചാരിക്കുക. എന്നാലും രാവിലെ എണീറ്റ് ഒരു കുറച്ച് എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ റെഡി ആയിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം, സന്തോഷമൊക്കെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും കുറച്ച് എക്സസൈസുകൾ ചെയ്യുക. ഒരിക്കലും അതിനൊരു മടി കാണിക്കരുത്. രാവിലെ എണീറ്റ് ചെയ്യുക. വയറൊക്കെ കുറഞ്ഞ് നല്ലൊരു അവസ്ഥ ആയി മാറില്ല നമ്മുടെ ശരീരം. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക. ശരി, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യല്ലേ. അങ്ങനെ കുറച്ചു നേരം സമയം ചെയ്യാം. ശരി, കാല് കാണുന്നില്ല, അത് ഞാൻ കുറച്ചും കൂടെ ഒന്ന് റെഡി ആക്കിയതാ. പിന്നെ ഈ അര നന്നായിട്ടൊന്ന് ചുറ്റുന്നത് നല്ലതാണ്. എന്നിട്ട് ഇടത്തോട്ട് എന്തൊക്കെ അസുഖങ്ങൾക്ക് സുഖമാവുന്നുള്ളത് നിങ്ങൾ ഇത് ഓരോരുത്തരും ചെയ്ത് നോക്കിയെങ്കിലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതിനെ കണ്ടാൽ മാത്രം പോരട്ടോ. ഇത് നേരെ തിരിച്ചു അങ്ങനെ തന്നെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ദിവസം അങ്ങനെ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു സുഖം ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ ഇതുപോലെ അത് അത്ര ഈസി ഒന്നും ആയിരിക്കുകയില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ. നമ്മളാരും കുറ്റപ്പെടുത്താനൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ തന്നെയല്ലേ നമ്മളെ വീട് വൃത്തിയാക്കില്ല, അല്ലെങ്കിൽ മറ്റത് ചെയ്തില്ല എന്നൊക്കെ ഓരോരുത്തർ പറയും. അപ്പൊ നമ്മളെ വീടാണല്ലോ മറ്റുള്ളവർ പറയുന്നല്ലോ. നമ്മളെ അത്യാവശ്യം ഇത്രയും ജോലികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊക്കെ ചെയ്താൽ മതി. നമ്മുടെ ആരാ ചോദിക്കാൻ വരുന്നത്? ആരുമില്ലല്ലോ. നമുക്ക് നമ്മളെ ആരോഗ്യം നിലനിർത്തിയിട്ടാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6
7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5. സാവധാനം ചെയ്താൽ മതി. 6, 7, 8, 9, 10. ഷോൾഡർ വേദന, പിന്നെ ഈ ഭാഗത്തൊക്കെ കഴുത്തിന്റെ വേദനയൊക്കെ ഇല്ലേ, അതിനൊക്കെ ഏറ്റവും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ തല ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ അടുപ്പിച്ച് വെക്കാം. ചിലർക്ക് ഈ ബാലൻസിന്റെ പ്രശ്നമൊക്കെ ഉള്ള ആളുകൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ അങ്ങനെ വളഞ്ഞിട്ട് എണീക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലോണം. തല ഇങ്ങനെ അടുപ്പിച്ച് വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അങ്ങനെ നൂർന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് ശ്രദ്ധിച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ. അതെങ്ങനെ വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുട്ടിനോട് അടുപ്പിക്കുക തല. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത് നല്ലതാണ്. ഉടലിനും വയറിനും എല്ലാത്തിനും നല്ലൊരു എക്സസൈസ് ആണത്. ഇനി അടുത്തൊന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നതിന് മുന്നേ ചെറുതായിട്ടൊരു എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് പോകട്ടോ. ഞാനൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ഞാനും ഒരു ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് പിന്നെ ബാത്റൂമിലൊക്കെ പോയി വന്നിട്ട് ഒരു 10-20-25 മിനിറ്റ് ഞാൻ ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോകാറുള്ളൂ. അടുക്കളയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റിയല്ല. സ്ഥാനത്ത് ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയാൽ നമ്മൾ അടുക്കള പണികളൊക്കെ വേഗം തീർത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഇതൊരു സമയമില്ല എന്നും പറഞ്ഞ് കുറെ ആളുകൾ യോഗ ചെയ്യാതിരിക്കുന്നുണ്ട്. എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ട് സമയം ഉണ്ടാവില്ലാന്ന്. പക്ഷെ സമയം എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയല്ലേ. ഏതൊരു മനുഷ്യനും 24 മണിക്കൂറുള്ളത്. പക്ഷെ അത് 24 മണിക്കൂർ പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, അതിൽ പകുതി പ്രയോജനപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്, മടിയന്മാരായി ഇരിക്കുന്ന ആളുകളുണ്ട്. അപ്പം പലതരത്തിലാണ് ഈ സമയത്തിനെ ശരിക്കും നഷ്ടപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ 24 മണിക്കൂർ നല്ലൊരു നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 24 മണിക്കൂറിനെ മറികടക്കാം. പക്ഷെ വെറുതെ മടിയന്മാരായി ഇരുന്നു കൊണ്ട് ആ 24 മണിക്കൂറിനെ കൊന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ അത് നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് അല്ലെ മറ്റ് കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളത് പ്രയോജനപ്പെടുത്തുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. നമുക്കും നമ്മളെ മനസ്സിനും നല്ലതാണത്.
അപ്പൊ എപ്പോഴും അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് വെറുതെ സമയത്തിനെ പിടിച്ച് കൊന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ ഞാനും എനിക്ക് ഈ ഏജിലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇതിനുള്ള മനസ്സുള്ളത് കൊണ്ടാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മനസ്സുണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഈ ഇടുപ്പ് മുകളിലോട്ട് ഉന്തി വരണേ. ടു 3 4 5 6 7 8 9 10. കുറച്ച് ഒരു 3-4 എക്സസൈസ് ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ ഇനിയൊരു ബ്രീത്ത് എക്സസൈസും കൂടെ ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബ്രീത്ത് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് ബ്രീത്ത് എടുക്കുക. 2-3 പ്രാവശ്യം നോർമലായിട്ട് ബ്രീത്ത് എടുക്കുക. ഇനി അടുത്തത് ഒരു ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്ക് കൂടെ തന്നെ വിടുക. ഇനി വലത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് വലത് മൂക്ക് കൂടെ തന്നെ വിടുക. ഇനി ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്തിട്ട് ഇടത് മൂക്ക് ഹോൾഡ് ചെയ്തിട്ട് വലത് മൂക്കിലൂടെ വിടുക. അതായത് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, വലത് മൂക്കിലൂടെ വിടുക. വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ഇടത് മൂക്കിലൂടെ വിടുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക. ഒരു 8-10 മിനിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം. ഞാനത് വീഡിയോ നീണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വലത് മൂക്കിലൂടെ വിടുക. അപ്പൊ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കുന്ന എപ്പോഴും നമുക്ക് ബ്രീത്ത് അവിടെ അങ്ങനെ തലച്ചോറിൽ പിടിച്ചു നിൽക്കുന്നത് നല്ലതാണ്. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാൽ എൻ്റെ നാട്ടും പ്രദേശത്തുള്ള എൻ്റെ ജനങ്ങളോട്, എന്നോടൊപ്പമുള്ള ജനങ്ങളോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.